വസീമേ ഇങ്ങോട്ടാ ഇജ്ജ് പോണേ? ഫുട്ബോൾ കളിക്കാൻ പോണ്ട. കേറി ഇരി. ചെറുക്കനെ ഫുട്ബോൾ കളിക്കാൻ വിട്ടേക്കാം. അതെ വസീമേ, നിന്റെ പ്രായത്തിലും വാപ്പ ഇങ്ങനെ തന്നെയായിരുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകുന്നു. ഉമ്മ ഉള്ളതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പറയണം. മിണ്ടരുത്. കുറച്ച് കഴിയുമ്പോൾ ഉമ്മ നിന്നെ പറഞ്ഞുകൂടാ. അടി നീ റേഷൻ കടയിൽ പോക്കോ. കണിമംഗലത്തെ റേഷൻ കടയിൽ പോക്കോ. ഇവിടെ നിന്നൊരു 60 കിലോമീറ്റർ ഉണ്ടാവും. തിരിച്ചു വരുമ്പോൾ ഒരു 10 മണിക്കൂർ എടുക്കും. ഉമ്മ പോയി ബൂട്ട് എടുത്തോണ്ട് പോക്കോ. വസീമേ വാ. എന്ത് ചൂടാ. അല്ല ഇജ്ജ് വരാനെ പിടിച്ച് ബക്കറ്റിലിട്ടോ വീപ്പയിലോ അങ്ങാണ്ട് ഇട്ടൂന്ന് ഇജ്ജ് പറഞ്ഞു. ഇട്ടു. ആ എന്നാ വരാലാടാ? എന്നാ വരാലാ? വലുത്. ഞാനൊരു കാര്യം പറയട്ടെ. നീ അറിഞ്ഞോ? നമ്മുടെ ഉണ്ടല്ലോ, നമ്മള് മറ്റേ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള നല്ല നീല വെള്ളമുള്ള കിണറില്ലേ നമ്മൾ കുടിക്കണേ, ആ കിണർ ആൾക്കാർ വറ്റിച്ചൂടാ. വറ്റിച്ചിട്ട് വേറെ വെള്ളം ഒഴിച്ചു. നീല അറിഞ്ഞേ ആയുള്ളൂ. എന്നിട്ടാണെങ്കിൽ അതിൽ ആരാപ്പമ്മയുടെ കുഞ്ഞിനെ കൊണ്ടിട്ടത്. സത്യം? ആ എന്നിട്ട് പിടിച്ചു മാറ്റി. എന്നാ പാടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഉണ്ടല്ലോ, നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടെ? മന്തി അടിക്കാൻ പോവാം. 500 രൂപ കിട്ടോ? കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലബ്ബ് പൂട്ടി. ഇപ്പം എല്ലാം പൂട്ടി കളിയാ. ഇത് പറയാനേ നിന്നെ വിളിച്ചത്. ക്ലബ്ബ് പൂട്ടി. നമ്മളിവിടെ ഫുട്ബോൾ കളിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞ് ഈ ഗ്രൗണ്ട് വിറ്റു. ഈ അസോസിയേഷൻ ഗ്രൗണ്ട് വിറ്റു. ക്ലബ്ബ് ഇനി നിങ്ങളുടെ ക്ലബ്ബ് ഇല്ലയെന്ന് പറഞ്ഞു. ക്ലബ്ബിൽ ഒരു പരിപാടിയും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കിണർ മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഗ്രൗണ്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് മേടിക്കാം. ഇതാ ചെയ്തത് നമ്മളാ കളി തോപ്പിച്ച എതിർ ടീമില്ലേ, അവന്മാരായിരിക്കുന്നു. അതിലൊരുത്തൻ്റെ വാപ്പ എങ്ങാണ്ട് പ്രസിഡൻ്റ് എങ്ങാണ്ടല്ലേ, അവൻ്റെ വാപ്പ എങ്ങാണ്ടാടാ. അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അവനങ്ങ് തീർക്കാം. വാ വന്നി. നീ ഞങ്ങളുടെ ഗ്രൗണ്ട് എടുക്കൂലേ? നീ എന്തിനാടാ നിന്റെ വാപ്പാനോട് പറഞ്ഞ് നിന്റെ ഗ്രൗണ്ട് എടുത്ത? ഗ്രൗണ്ട് മര്യാദയ്ക്ക് തിരിച്ചാടാ. ഇല്ല, തിരിച്ചു തരില്ല. നീ തരില്ലേ? ഇല്ല. താടാ ഗ്രൗണ്ട്. പോയി ഗ്രൗണ്ടിന്റെ റസീഡ് മേടിച്ചോണ്ട് ആളാ. മേടിച്ചോണ്ട് ആളെ മര്യാദയ്ക്ക്. താടാ റസീഡ്. ആ ഇങ്ങോട്ട് വന്നേ. നീ ഞങ്ങളുടെ കിണറിൽ ആരാപ്പയ്മേനെ കൊണ്ടിടൂലേ? നിനക്ക് വീട്ടിൽ വേറെ സ്ഥലമില്ലേ? നിനക്ക് അവിടെ ഇടാൻ പാടില്ലേ? നിന്റെ വാപ്പ പ്രസിഡന്റ് അല്ലേ? അനക്ക് ഇതിൻ്റെ വീട്ടിലിടാൻ പാടില്ലേ? എടാ ഇനി മേലെ ഞങ്ങളുടെ ഗ്രൗണ്ട് വന്നാൽ കളിക്കണം. ഇറങ്ങി പോടാ നായേ. ഒന്നുമില്ല. ഇച്ചിനെ ഞാൻ ഇവിടെ വസീമ വാ. അവന് കൊടുത്തു നല്ലത്. നല്ല കൊടുത്തു. നല്ല പട്ടി കൂമ്പ് വാടിയെന്നും കണ്ട വൈദ്യുതി പറയണ. അയ്യോ എന്താ അവൻ്റെ വാപ്പയല്ലോ ചോദിക്കാൻ മുന്നേ. പൊന്നളിയാ ജേഴ്സി അല്ലല്ലോ.
ജീൻസ് ഇട്ടിട്ടാലോ പിന്നെ നീ എന്നെ കളിയോ ഓക്കെ ഡാ എന്തിനാണ് എൻ്റെ കൊച്ചിനെ അടിച്ചേ ഗ്രൗണ്ട് തിരിച്ചു മേടിക്കാം. നിങ്ങളുടെ ഗ്രൗണ്ടോ? ഏത് വകയില്? ഇതെൻ്റെ സ്ഥലം, എൻ്റെ ഗ്രൗണ്ട്. എൻ്റെ ചെറുക്കന് ഇഷ്ടമുള്ള ഇവിടെ ചെയ്യും. അതൊന്നും ചോദിക്കാൻ നിങ്ങൾ കണ്ടത്തിലെ പിള്ളേരായിട്ടില്ല. വീട്ടിൽ വല്ല പണിക്കും പോളാ. കളിച്ചാനാന്നും പറഞ്ഞ് രാവിലെ 6 മണിക്ക് തന്നെ ഗ്രൗണ്ടിലേക്ക്. എനക്ക് വല്ല പണിക്കും പൊക്കൂടെ? ഇതവിടെ ഇങ്ങ് നിന്നേ. വാപ്പ ഇങ്ങോട്ട് വന്നേ. വാപ്പ ഉണ്ടല്ലോ, ഇനി മേലെ ഇങ്ങനെ കാണിച്ചേക്കരുത്. എന്താ എൻ്റെ ഇറക്കൻ്റെ സാധനമില്ലേ? അനക്ക് വല്ല നഷ്ടമുണ്ടോ? മേലങ്ങി ഈ ഗ്രൗണ്ടിൽ ഒരുത്തനെങ്കിലും പന്ത് കളിച്ചു എന്ന് പറഞ്ഞാ ഈ ഗ്രൗണ്ടിന് തന്നെ ഞാൻ പൂട്ടും. ഒരുത്തനും കയറൂല. ഇവൻ്റെ വാപ്പയ്ക്ക് ഭയങ്കര കടിയാവും. ഡാ ഇനി നമ്മൾ പകരം ചോദിക്കും. പകരം ചോദിക്കുന്ന ഒരു ദിവസം വരും.